മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഇതിൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ പേര് അനുജ, ഞാൻ വൈക്കത്തുനിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 ജനുവരിയിലാണ്. അതിന് മുമ്പേ 2019 മുതൽ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. കാരണം എൻ്റെ മമ്മി വഴിയാണ് ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. പിന്നെ പ്രധാനമായിട്ടും ഞാൻ അന്ന് ഉടമ്പടി എടുത്ത 2002 ഉടമ്പടി എടുത്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ പിറ്റേ ആഴ്ച തന്നെ അമ്മ മാതാവ് എനിക്ക് ഞാൻ വെച്ച നിയോഗങ്ങളിൽ 3 കാര്യങ്ങൾ എനിക്ക് നടത്തി തന്നു. ഞാനത് പിറ്റേ ആഴ്ച തന്നെ വന്നിവിടെ സാക്ഷ്യപ്പെടുത്തിയായിരുന്നു. പിന്നീട് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാനൊരു 8 വർഷമായിട്ട് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും പോലെ തന്നെ വിദേശത്ത് പോകുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ്. അതിനു വേണ്ടി തന്നെയായിരുന്നു ആക്ച്വലി ഞാൻ എൻ്റെ ഉടമ്പടി എടുത്തത് തന്നെ. എനിക്ക് എൻ്റെ കാര്യങ്ങൾ പ്രയോറിറ്റി കൊടുത്ത് മുമ്പോട്ട് പോയപ്പോൾ തോറും എനിക്ക് കൂടുതൽ ഡിലേ ആണ് വന്നത്. കുറേ പ്രോസസ്സ് ചെയ്തു, കുറേ കാര്യങ്ങൾ ചെയ്തു, എല്ലാം ഫ്ലോപ്പാകും. കുറേ ഏജൻസീനെ കണ്ടു, കുറേ പൈസ കൊടുത്തു, റീഫണ്ട് മേടിക്കും, പിന്നെയും കൊടുക്കും, റീഫണ്ട് മേടിക്കും, അതിനിടയ്ക്ക് എക്സാം എഴുതും. ഇത് തന്നെയായിരുന്നു പരിപാടിയൊക്കെ. അപ്പോഴൊക്കെ ഞാൻ ഉടമ്പടിയിലായിരുന്നു. പക്ഷേ എന്നാലും എൻ്റെ പ്രയോറിറ്റി എൻ്റെ ആഗ്രഹങ്ങൾക്കായിരുന്നു, എൻ്റെ തീരുമാനങ്ങൾക്കായിരുന്നു. ഞാൻ പൂർണ്ണമായിട്ടും മാതാവിന് എന്നെ വിട്ടുകൊടുത്തിട്ടില്ലായിരുന്നു. മറ്റുള്ളവരുടെ നിയോഗങ്ങൾ എഴുതിയാൽ പോലും എനിക്ക് എൻ്റെ കാര്യത്തിൽ പ്രയോറിറ്റി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറേ കാര്യങ്ങൾ മുമ്പോട്ട് പോയി. 2024 ആയപ്പോൾ ഒരു സെപ്റ്റംബർ മാസം എനിക്കൊരു ലിങ്ക് കിട്ടി. അതൊരു കുവൈറ്റിലേക്കുള്ള ഒരു എമോഷണൽ ലിങ്കായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഗൾഫ് കൺട്രിയിൽ പോകാനുള്ളൊരു താല്പര്യം ഇല്ലാത്തൊരവസ്ഥയിലാണ് എനിക്ക് ലിങ്ക് കിട്ടിയത്. പക്ഷേ എന്നാലും മാതാവിനോട് ഞാൻ മുട്ടിപ്പോയി പ്രാർത്ഥിച്ചായിരുന്നു. ഇത് മാതാവ് വഴി തന്ന ഒരു കാര്യമാണ്, ജോബ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ എനിക്ക് അതിനുള്ളൊരു അടയാളം കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ലിങ്ക് ഞാൻ അപ്ലൈ ചെയ്യാനൊരു കഫേ പോയി. ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എറണാകുളത്ത് സ്റ്റേ ചെയ്യണം. അവിടെ ഒരു കഫേ പോയപ്പോൾ ഞാൻ ചെല്ലുന്ന കഫേ ഒരു കുഞ്ഞ് കഫേയാണ്. പക്ഷെ അന്നൊരു ഹോളിഡേ ആയതുകൊണ്ട് ഓപ്പൺ ആയിരുന്നില്ല. ഞാൻ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് അവിടുത്തെ കഫേയിലിരിക്കുന്ന ആൾ അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നു. മാതാവിൻ്റെ രൂപം ആ ചേട്ടയ്ക്ക് കാശുരൂപം ഉണ്ടായിരുന്നു. ഞാൻ അപ്പോഴേ ഉറപ്പിച്ചു, ഇതെനിക്ക് പോകേണ്ട വഴി തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിച്ചു. എങ്കിലും ഒത്തിരി തകർച്ചകളുള്ളതുകൊണ്ട് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചില്ല. പക്ഷേ എനിക്ക് എന്നെക്കാളേറെ അമ്മേൻ്റെ വിശ്വാസമായിരുന്നു. പക്ഷേ ഈ പ്രോസസ് നടന്നെങ്കിലും ഞാൻ എൻ്റെ കാര്യത്തിൽ ആശുവിൽ കൂടുതൽ വിശ്വാസം വെച്ചില്ല. പകരം മറ്റുള്ളവരുടെ കാര്യങ്ങളിലും അവരുടെ നിയോഗങ്ങളിലും കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചു. അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തി. എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന കുറേ പേരുടെ കാര്യത്തിലേക്ക് ഞാൻ അവർക്ക് വേണ്ടി മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. അപ്പോഴൊക്കെ എൻ്റെ കാര്യം ഞാൻ വെറുതെ വിട്ടേക്കുക. കാരണം എനിക്കറിയാം നടക്കത്തില്ലെന്നറിയാം. കാരണം എനിക്ക് കരിയർ ഗ്യാപ്പുണ്ട്. ഒരു GCC കൺട്രി വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരി അവർ എക്സ്പീരിയൻസ് നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ആ കാര്യവുമില്ല, മെറിറ്റ് എനിക്കില്ല. പിന്നെ കർത്താവിൻ്റെ ഗ്രേസ് മാത്രമേ കൂടെയുള്ളൂ. അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോയ സമയത്ത് ഞാൻ സെപ്റ്റംബറിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തിയറി വൈസിൽ വലിയ നോളജ് എനിക്ക് കുറവുമായിരുന്നു. അങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഒരു മാം അറ്റൻഡ് ചെയ്തത്. മാം അപ്പോഴും ഞാൻ മാതാവിൻ്റെ കാസ്റ്റ്യൂമും കൈവച്ച് വീഡിയോ കോൾ ആയതുകൊണ്ട് ഞാൻ ചുറ്റിനും മാതാവിൻ്റെ ഉപ്പൊക്കെ വെതറി അങ്ങനെ വളരെ പ്രാർത്ഥനയോടെ തന്നെയാണ് ഇരുന്നത്. അതിനുമ്പ് കുമ്പസാരിച്ചൊരുങ്ങി കുസ്തുർബാന കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇരുന്നത്. അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് മാതാവിനോട് ഞാനൊരു അടയാളം ചോദിച്ചിരുന്നു. അമ്മ എനിക്കിനി ഒരു തകർച്ചയിലൂടെ പോകാൻ പറ്റില്ല, എനിക്കുള്ളതാണെങ്കിൽ എനിക്ക് തന്നെ. കാരണം ഒത്തിരി നാണക്കേട് സഹിച്ച് മടുത്തിരിക്കുക, എല്ലാവരോടും ചോദ്യം പുറത്ത് പോകണില്ലേ എന്ന്. അപ്പോൾ അതുകൊണ്ട് വളരെയേറെ ഒത്തിരി ഡിപ്രഷനിലൂടെ പോകുന്ന സമയമായിരുന്നു. പക്ഷേ ആ കൂടെ ഇരുന്ന അവിടെ എന്നെ ഇൻ്റർവ്യൂവിന് ചെയ്യുന്ന മാമിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് വേറൊരു ലേഡി കയറി വരുന്നു. ആളിട്ടേക്കുന്ന ഡ്രസ്സെന്ന് വെച്ചാൽ അമ്മയുടെ സിൽവർ ഗേയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ആൾ കയറി വരുന്നത്. ആളെന്നോടൊന്നും ചോദിച്ചില്ല, നല്ല ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള സ്മൈലോടെ ഇരുന്ന് എന്നെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുക. നമ്മുടെ അമ്മമാർ നമ്മളെ നോക്കിയിരിക്കുകയല്ലേ നമ്മൾ വല്ലതും ചെയ്യുമ്പോൾ, പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതുപോലൊരു വാത്സല്യത്തോടെ നോക്കിയിരിക്കുക. അപ്പം എനിക്ക് മനസ്സിലായി ഇത് അമ്മ മാതാവ് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോയി. പക്ഷേ എന്നാലും വിചാരിച്ചതുപോലെയല്ല. കാരണം കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച് എറ്റിക്കാനിൽ ബർക്കിച്ചിട്ടുമായിരുന്നു. പിന്നെ എന്ത് പ്രോസസ്സിന് പോയാലും ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് കണ്ടിട്ട് പോവുകയുള്ളൂ. അതൊരു പ്രത്യേക ഒരു അനുഗ്രഹമാണെന്ന് നമുക്കൊരു ഉറപ്പാണത്. അങ്ങനെ മുമ്പോട്ട് പോയി. അങ്ങനെ ഞാൻ കുറേ അനക്കമൊന്നും ഇല്ലാതെ വന്നപ്പോൾ മാതാവിന് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഞാനൊരു ജനുവരി 21 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. അന്ന് ലൈറ്റിക്കാനിലിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ജനുവരി 26 ആയപ്പോൾ എനിക്ക് ഓൾറെഡി ഓഫർ ലെറ്റർ അവർ പ്രൊഡ്യൂസ് ചെയ്തു തന്നു. സാലറി പാക്കേജ് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർത്തു എനിക്ക് കണ്ണടിച്ചു പോയെന്ന് വിചാരിച്ചു. എനിക്ക് അത്ര നല്ലൊരു സാലറി പാക്കേജ് അവർ തന്നേക്കുന്നത്. അലവൻസൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം
എല്ലാ പ്രോസസ്സ് വയ്ക്കുമ്പോഴും ലാസ്റ്റ് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ എടുക്കുന്ന സമയം എത്തിയിട്ടുള്ള സമയമുണ്ട്. അപ്പോഴൊക്കെ പൈസയ്ക്ക് വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടേക്കുന്ന സമയമുണ്ട് എനിക്ക്. എന്നാലും ലാസ്റ്റ് ആകുമ്പോൾ പ്രോസസ്സൊക്കെ ഫ്ലോപ്പ് ആകും. ഇത് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ അവർ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത് എല്ലാ കാര്യങ്ങളും. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 8 വർഷമായിട്ട് വെറുതെ പൈസ കളഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ ഓരോ പ്രോസസ്സിന് വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ എന്നാണ് എന്നെ തന്നെ എളിമപ്പെടുത്തി എൻ്റെ കാര്യം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി മുമ്പോട്ട് പോയത്, ആ സമയം എൻ്റെ അമ്മ മാതാവ് എൻ്റെ ഫയലെടുത്തു. ഞാൻ അമ്മയ്ക്ക് നിയോഗം കൊടുക്കാൻ നേരത്ത് ഞാൻ കൊടുത്തൊരു ബണ്ടിൽ ഓഫ് ബുക്ക് പേജാണ് കൊടുത്തത്. അതിനകത്ത് പേജ് നമ്പർ ഇല്ലായിരുന്നു. എൻ്റെ നിയോഗങ്ങൾ അങ്ങനെയായിരുന്നു. പക്ഷെ മാതാവിൻ്റെ ഫയൽ ഇട്ടപ്പോൾ ഈച്ച് ആൻഡ് എവരി പേജസ് മാതാവ് തന്നെ നമ്പർ ഇട്ട് അത് ബൈൻഡ് ചെയ്ത് എൻ്റെ കയ്യിൽ എനിക്ക് തന്നെ. അങ്ങനെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി. എനിക്കിപ്പോൾ എൻ്റെ വിസ വന്നു, പെട്ടെന്ന് തന്നെ വിസ വന്നു. അതുപോലെ തന്നെ ഞാൻ മാതാവിനോട് വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, 8 വർഷത്തിന് മുമ്പ് ഒരു കാര്യം ഉണ്ടായിരുന്നു. അമ്മ തന്ന സ്ഥലമാണ് ഞാൻ പോകുന്നതെങ്കിൽ, അമ്മയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ് ഞാൻ പോകുന്നതെങ്കിൽ, എനിക്ക് എൻ്റെ ബർത്ത്ഡേ ജൂൺ 17-നാണ്. എനിക്ക് 16-ാം തീയതി ഞാൻ ട്രാവൽ ചെയ്യുന്ന രീതിയിൽ എനിക്ക് ടിക്കറ്റ് വേണം. ഇത് 8 വർഷം മുമ്പ് പറഞ്ഞ കാര്യം കേട്ടോ അമ്മയോട്, ഇന്നലെ ഒന്നും പറഞ്ഞ കാര്യമല്ല. ആക്ച്വലി ഞാൻ അത് മറന്നിരുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ മെയിൽ അയച്ചു അവർക്ക്, എനിക്ക് ടിക്കറ്റ് 15-ന് വേണമെന്നും പറഞ്ഞ് അയച്ചത്. പക്ഷേ എനിക്ക് അവരയച്ചു തന്നിരിക്കുന്ന ടിക്കറ്റ് 16-നാണ് കിട്ടിയേക്കുന്നത്. ഞാൻ ഈ ജൂൺ 16-ന് ഇവിടുന്ന് ട്രാവൽ ചെയ്യുക എൻ്റെ അമ്മേനെ കാണിച്ചു തന്നിരിക്കുന്ന കാനാൻ ദേശത്തേക്ക്. അതാണ് എൻ്റെ ആദ്യത്തെ അനുഗ്രഹം. രണ്ടാമത്തെ അനുഗ്രഹം എന്ന് വെച്ചാൽ എനിക്കൊരു 15 വർഷമായിട്ട് അലർജിക്കായിട്ടുള്ള ഭയങ്കര ചുമയുണ്ട്. അത് ഭയങ്കര ഡ്രൈ കഫാണ്, ഒരു രക്ഷയില്ല. ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അറിയാം, പേഷ്യൻറ്റിന് സിറപ്പ് കൊടുക്കാൻ നേരത്ത് ഞാൻ മാറിയിരുന്ന സിറപ്പ് കഴിക്കേണ്ട അവസ്ഥയാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കഴിക്കേണ്ട അവസ്ഥ വരും. അങ്ങനത്തെ ചുമയാണ്. ഞാൻ കഴിക്കാത്ത മരുന്നില്ല. ഇനി എക്സ്ട്രീം പോകാനുള്ള സ്റ്റിറോയിഡ്സ് മാത്രമേ എടുക്കുകയുള്ളൂ. അതിനൊത്തിരി കോംപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പോൾ അത് എടുക്കാൻ പറ്റാറില്ല. ഞാൻ അമ്മയ്ക്ക് അത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നതാണ്. പക്ഷെ ഞാൻ പോലും നിയോഗം മറന്നുപോയി. പിന്നെ അത് കഴിഞ്ഞ് ഈ പുറത്തു പോകുന്ന സമയത്ത് നമുക്ക് മെഡിക്കൽ ഫിറ്റ്നസിൻ്റെ സമയത്ത് ഒരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ അതിന് 2 ദിവസം മുമ്പ് എനിക്ക് ചെറിയ ചുമ വന്നു. അപ്പോൾ ഞാനിങ്ങനെ മമ്മിയോടും പറഞ്ഞു, പോലെ മമ്മി ഓൾഡ് ഉടമ്പിലിരിക്കുന്ന ആളാണ്. അമ്മയോട് ഞാൻ പറഞ്ഞു, മമ്മി ചുമ വന്നാൽ നിൽക്കത്തില്ല, അത് പണി കിട്ടുമെന്നോ തോന്നുന്നത്. പക്ഷേ എന്നാലും മാതാവിൻ്റെ തൈലം ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ ഉപ്പ് വെള്ളത്തിലിട്ട് കഴിക്കുന്നുണ്ട്, പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി ചെയ്ത് ചെക്കപ്പ് ചെയ്തു. അത് ഞാൻ ജനിച്ചിട്ട് എടുത്തേക്കുന്ന എല്ലാ എക്സ്റേകളിലും എനിക്ക് വന്നേക്കുന്നത് അതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് കാണും, എന്തെങ്കിലും അക്യുമുലേഷൻ കാണും, എന്തെങ്കിലും സെഡിമെൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലും കാണും. ആദ്യമായിട്ട് ജനിച്ചിട്ട് എനിക്കൊരു എക്സ്റേ ക്ലിയർ ആയിട്ട് കിട്ടുന്നത്. അങ്ങനെ മെഡിക്കലി ഞാൻ ഫിറ്റായി, വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അങ്ങനെ മാതാവ് അവിടെ എന്നെ സംരക്ഷിച്ചു. ഞാൻ മറന്നുപോയി ആ നിയോഗം പോലും മാതാവ് എന്നെ അത്രയും പ്രിയപ്പെട്ടവളായതുകൊണ്ട് അതെനിക്ക് വേണ്ടി മാതാവ് അത് ചെയ്തു തന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇതുവരെ ഞാൻ ഒരു സിറപ്പോ ബാക്കി മെഡിസിൻസോ ഒരു സ്റ്റിമുലേഷനോ പോലും എടുത്തിട്ടില്ല. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുമ്പം എനിക്ക് കുറച്ച് ഒരു 2 വർഷമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് ബ്ലീഡിങ് ഉണ്ടായിരുന്നു, നല്ലപോലെ ഹെവി ബ്ലീഡിങ് ഉണ്ടായിരുന്നു, PCOD ഇഷ്യൂ കാരണം. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ ഓൾറെഡി വെച്ച് ഉടമ്പടി വസ്തുക്കൾ വെച്ച് പ്രാർത്ഥിച്ച് വളരെ ഭക്തിയോടെ ഞാൻ മുമ്പോട്ട് പോകുമായിരുന്നു. ഈ പ്രോസസ്സിൻ്റെ സമയത്ത് ഇടയ്ക്ക് ഒരു ചെറിയ സംശയത്തിൻ്റെ പേരിൽ എനിക്കൊരു സംശയം വന്നു, ഞാൻ പോകുമ്പോൾ അവിടെ ഇഷ്യൂ ഉണ്ടാകുമോ, അവിടെ കൺസൾട്ട് ചെയ്യാനൊക്കെ പാടില്ലെന്നൊരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് എനിക്ക് റീസെൻ്റ്ലി ആയിട്ട് നല്ലപോലെ ഒരു ബ്ലീഡിങ് വന്നു. അപ്പോൾ ബ്ലീഡിംഗ് എന്ന് വെച്ചാൽ നല്ല ഹെവി ബ്ലീഡിംഗ് ആയിരുന്നു. എൻ്റെ HB ഒക്കെ ഒത്തിരി കുറഞ്ഞു. ഹിമോഗ്ലോബിനൊക്കെ എനിക്ക് 13 ഉണ്ടായിരുന്നു, എനിക്ക് 9 കുറഞ്ഞു. അപ്പോൾ അത്രയും ഹെവി ബ്ലീഡിംഗ് ഒക്കെ ആയിരുന്നു. പിന്നെ രണ്ടാമത് എനിക്ക് മനസ്സിലായി എൻ്റെ ഒരു തെറ്റിദ്ധാരണ സംശയത്തിൻ്റെ പേരിൽ മാതാവ് സംശയിക്കാൻ പറ്റില്ല, ഇത്ര അനുഗ്രഹം എനിക്ക് തന്നതല്ലേ, അപ്പോൾ ഞാൻ ചെയ്ത് തെറ്റാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് അമ്മയോട് മാപ്പ് പറഞ്ഞ് പൂർവ്വശക്തിയോടെ തൈലം പൊട്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ബ്ലീഡിങ് കംപ്ലീറ്റ് ആയിട്ട് മാറി. ഈവൻ ഡോക്ടർ പോലും എന്നോട് അത് സജസ്റ്റ് ചെയ്തത്, സ്കാൻ ചെയ്തപ്പോൾ ഇച്ചിരി അത് ഇഷ്യൂ ഉണ്ടായിരുന്നു, ഒരു പോളിപ്പൊക്കെ കാണിച്ചായിരുന്നു. പക്ഷേ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത് ഡോക്ടർ നല്ല പ്രാർത്ഥിച്ച് ഞങ്ങൾ 2ാം ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു ഇത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, ഇത് ഓക്കെ ആയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലീഡിങ് കംപ്ലീറ്റ് ആയി, സ്കാൻ റിപ്പോർട്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അങ്ങനെ മുമ്പോട്ട് പോയി. ഇതാണ് എൻ്റെ 3ാമത്തെ സാക്ഷ്യം. 4ാമത്തേന്ന് പറയുമ്പോൾ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടായ കാര്യം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടത്. 2 പ്രാവശ്യം എൻ്റെ പപ്പയും മമ്മിയെന്ന് വെച്ചാൽ ഇവർ ഞങ്ങൾ വൈക്കത്താണ്, പ്രോപ്പർ എൻ്റെ വീട് വൈക്കമാണ്. അപ്പം ആ സ്ഥലമെന്ന് വെച്ചാൽ കൊച്ചി ഐസൊലേറ്റഡ് ഏരിയയാണ്. എന്ന് വെച്ചാൽ അടുത്ത കൊത്തി വീട് ഉണ്ടായിരുന്നതാണ്. പക്ഷേ പിള്ളേരൊക്കെ പുറത്ത് പോയതുകൊണ്ട് മിക്ക വീടുകളിലും മാതാക്കളൊന്നുമില്ല. നമ്മുടെ വീട് കഴിഞ്ഞാൽ 10 വീട് പോലും വെക്കേറ്റായിട്ട് കിടക്കുവാണ്. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് പോകാൻ നേരത്ത് പപ്പയും മമ്മി എപ്പോഴും ഒറ്റയ്ക്കാണ്, ചുറ്റും വെള്ളമൊക്കെ ഉണ്ട്. ഇവർ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുമല്ല, എപ്പോഴും പുറത്തിറങ്ങി നടക്കുന്ന ആൾക്കാരും കൂടെയാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും സങ്കടമാണ് പുറത്തിറങ്ങുമ്പോൾ. എന്തെങ്കിലും പറ്റി കഴിയുകയാണെന്നുണ്ടെങ്കിൽ വേറെ അങ്ങനെ പോയി അന്വേഷിച്ച് ഇറക്കാനൊന്നും ആരുമൊന്നുമില്ല. പിന്നെ ഞാൻ മന്ത്ലി വൺസൊക്കെ വീട്ടിൽ പോകുന്നത്, അപ്പോഴാണ് കാണുന്നത്. അപ്പം പ്രത്യേകിച്ച് ഞാൻ
ഞാനപ്പം അന്ന് പോകുന്ന സമയത്തൊക്കെ മാതാവിനോട് പ്രാർത്ഥിച്ച് വീടിന് ചുറ്റും നടന്ന് വിശുദ്ധ ഉപ്പ് ചുറ്റും വിതറും കൊന്തയെല്ലാം അവരെ കഷ്ടം പിടിച്ച് കൊന്തയിലിട്ട് വീട്ടിൽ പോകുന്നത്. പക്ഷെ അന്നൊരു ദിവസം ഇന്ന പോലെ എൻ്റെ ഈ പ്രോസിൻ്റെ കാര്യം എല്ലാമായിട്ട് ആകെ ഒരു ഡിപ്രഷനായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പോയത്. അപ്പം ഇറങ്ങുന്ന സമയത്ത് പപ്പയും അമ്മയും ഫ്രണ്ട് നിൽപ്പുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിട്ടാണ് ഞാൻ ഇറങ്ങിയത്. മാതാവേ കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ, എനിക്ക് ഇവരെപ്പോഴും കാണാൻ പറ്റണേ, എനിക്കൊരു നല്ല കാലം വരുന്നവരെ കാണാൻ പറ്റണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് വൈകിട്ട് കിടന്നപ്പോൾ ഞാൻ കാണുവാണ്, ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ മുമ്പോട്ട് കുറച്ചധികം വഴിയുണ്ട്. ഞാൻ കാണുവാണ് മാതാവ്, നമ്മൾ പിള്ളേർ പിച്ച വെച്ച് നടക്കുമെന്ന് പറയില്ലേ, അല്ല മാതാവ് ഓരോ സ്റ്റെപ്പ് വെച്ച് മുമ്പോട്ട് നടന്നു വരിക. അപ്പം ഞാനിങ്ങനെ ഉറക്കത്തിൽ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, മാതാവ് എന്നെ ഇങ്ങനെ പിച്ച വെച്ച് വരുന്നേ, ഞാൻ വേളാങ്കണ്ണി ഇങ്ങനെയല്ലേ മാതാവിനെ കാണാൻ നടന്നു വന്നത്, ഇങ്ങനെയായിരുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ എനിക്ക് എന്നാന്നും മനസ്സിലായില്ല. പിറ്റേ ദിവസം അതുപോലെ ഞാൻ സ്വപ്നം കാണുക, ഞാൻ ഡോർ തുറന്ന് നോക്കുമ്പോൾ എൻ്റെ വീട്ടിലെ സെറ്റിയുടെ സോഫയുടെ കളറാണ്, കവറിൻ്റെ കളറെന്ന് വെച്ചാൽ മാതാവ് സിൽവർ ഗ്രേ കളറാണ്. മാതാവ് അതിലിങ്ങനെ ഇരിക്കുവാണ്. നമ്മുടെ വീട്ടിലൊരാൾ വന്ന് വീട്ടിലിരിക്കുമല്ലോ, അപരിചിതരല്ല, വീട്ടിലുള്ള ഒരാൾ വീട്ടിൽ ഇരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ വന്ന് ഇരിക്കുകൊണ്ട് എന്നെ നോക്കി ചിരിക്കുന്നു. അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പറയും, ഉറക്കത്തിൽ പറയുമോ, മാതാവിൻ്റെ ഡ്രസ്സിൻ്റെ കളറും സെയിമാ, എൻ്റെ വീട്ടിലെ കവറും സെയിം ആണല്ലേ എന്ന് പറയും. അതവിടെ കഴിഞ്ഞു. പക്ഷേ എനിക്കിൻ്റെ അർത്ഥം മനസ്സിലാവുന്നേ ഇല്ല. ഒരു മാസം കഴിഞ്ഞു. അപ്പം ഞങ്ങളുടെ ഫാമിലി ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് എൻ്റെ ആൻറ്റിയുടെ വായിന്ന് അറിയാതെ ഇങ്ങനെ വന്നു, പപ്പ ഒരിടയ്ക്ക് നമ്മുടെ ഒരു ജനുവരിയിലൊക്കെ കുറേ പേർക്ക് പനിയൊക്കെ വന്ന സമയമുണ്ടായിരുന്നു, വൈറൽ ഫീവറിൻ്റെ ഔട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ പേരൻസിനും കിട്ടിയായിരുന്നേ. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ആൻറ്റി എന്നോട് ഇങ്ങനെ പറഞ്ഞു, പപ്പ ഇങ്ങനെ മമ്മി ഹോസ്പിറ്റൽ അഡ്മിറ്റായിട്ട് വീട്ടിൽ വന്ന് കിടക്കുവായി, അത് പപ്പയ്ക്കും പനിയായിരുന്നു. അങ്ങനെ ആ സമയത്ത് പപ്പ ഇങ്ങനെ പുറത്ത് പോയത്, എനിക്ക് കുറച്ച് താറാവൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിങ്ങനെ പപ്പ നോക്കാൻ വേണ്ടി പോയിരുന്നപ്പം തോട്ടിൽ നിന്ന് ഭയ സ്ലിപ്പായിട്ട് BP കുറഞ്ഞ ആളൊന്ന് വെള്ളത്തോട്ട് വീണ്. വെള്ളം എന്ന് വെച്ചാൽ ഞങ്ങൾ നല്ല ചെളിയുള്ള വെള്ളമാണ്, നല്ലപോലെ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്, നല്ലപോലെ സാധ്യതയുണ്ട്. അപ്പോൾ ആൻറ്റി പറയുകയും ചെയ്തു, മമ്മി തലവസാണ് അവിടെ വെന്തിങ്ങയിൽ മാതാവിൻ്റെ ഒരു കാസ്റ്റ്യൂം വെഞ്ചിരിച്ച് ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞു. എനിക്ക് ആ സ്പാൻ ഓഫ് ടൈമിൽ പെട്ടെന്ന് വന്നതായി കണ്ട സ്വപ്നമാണ്. അപ്പോൾ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്, ഞാനിപ്പോൾ ഇവിടെ പോയി എനിക്ക് ടെൻഷനില്ല, കാരണം എൻ്റെ അനിയൻ ഇവിടെ ഇല്ല, മാതാവ് അനുഗ്രഹത്താൽ അവൻ ഓൾറെഡി പുറത്തെവിടെ സാക്ഷ്യം പറഞ്ഞതാണ്. പിന്നെ ഞാനേ ഉള്ള ഇടയ്ക്ക് ചെല്ലാനായിട്ട് വീട്ടിലേക്ക്. അപ്പം ഞാൻ എവിടെ പോലും എനിക്ക് കുഴപ്പമില്ല, മാതാവ് എൻ്റെ വീട്ടിലുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം ഇപ്പോൾ വീട്ടിൽ പോയാലും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കും, അമ്മയും അതിന് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ അതുകൊണ്ട് മാതാവ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് നല്ല വിശ്വാസമുണ്ട്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ മുല്ലപ്പൂവിന് നല്ല സുഗന്ധം, നല്ല ഇൻറ്റൻസ് ഫീലിംഗ് എനിക്ക് എപ്പോഴും കിട്ടാറുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെ. ഈ വർഷം എനിക്ക് ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം എന്നാന്ന് വെച്ചാൽ എല്ലാവരും പോലെയല്ല, എനിക്ക് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം വരുമ്പോൾ മാതാവ് ഒരു സൂചന നൽകുകയാണ് ചെയ്യുന്നത്. എന്തോ അച്ഛൻ ഇവിടെ പറയുന്ന ഒരു ദുരന്തം വരാൻ പോകുന്ന പോലെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങാനുള്ള ഒരു മുന്നോടിയായിട്ട് അമ്മ എനിക്ക് മുല്ലപ്പൂവിൻ്റെ ഇൻറ്റൻസ് ഫീലിംഗ് തന്നെ കഴിഞ്ഞ വർഷം ഫുൾ ടൈം അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരും പറഞ്ഞല്ലോ, 2022 ഞാൻ ഉടമ്പടി എടുത്തത്, എനിക്ക് കുറച്ച് അധികം ഇത്രയും ഡിലേ വന്നു എൻ്റെ ഈ ജോലി ശരിയാകാനായിട്ട്. അതിനുള്ള കാരണം എനിക്ക് മാതാവ് വ്യക്തമാക്കി തന്നു. ഈ 3 വർഷം എൻ്റെ വീട്ടിൽ ഏറ്റവും വേണ്ടപ്പെട്ട 3 പേർക്ക് അറ്റാക്ക് ഉണ്ടായിരുന്നു. ഞാനിവിടെ ഉടമ്പടി പുതുക്കിയതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു, 3 മാസങ്ങളിലായിട്ടാണ് ഉണ്ടായത്. ശരിക്കും മാതാവ് കൂടെ ഉള്ളതുകൊണ്ട് ആ കറക്റ്റ് സമയത്ത് എനിക്ക് സിംറ്റം മനസ്സിലാക്കാനും അങ്ങനെ കൊണ്ടുപോകാനും അവർക്ക് യാതൊരു കുഴപ്പമില്ല, അവരെല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുന്നു. പിന്നെ കുടുംബജീവിതത്തെക്കുറിച്ച് പറയാൻ നേരത്ത് രാവിലത്തെ പ്രാർത്ഥനകൾ മുടങ്ങാതെ ചെല്ലും, അച്ഛൻ്റെ പ്രാർത്ഥനയോടൊപ്പം ചെല്ലാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബൈബിൾ വായന മുടങ്ങാറില്ല, കുർബാന സ്വീകരിക്കാറുണ്ട്, ബലിയിൽ പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ പൂർണ്ണമായി പങ്കെടുക്കാറുണ്ട്. കാരണം എനിക്ക് ചുമയുടെ ബുദ്ധിമുട്ട് വളരെ അധികമായിരുന്നു. കുർബാന സ്വീകരിക്കാതെ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. മാതാവ് പൂർണ്ണമായി സ്വീകരിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ കുർബാനയിൽ തീക്ഷ്ണമായി പങ്കെടുക്കാറുണ്ട്, കുമ്പസാരിക്കാറുണ്ട്, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാരണപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഞാൻ എറണാകുളത്ത് സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് കല്ലൂര ഭാഗത്തൊക്കെ കുറേ പേര് കൈയും കാക്കില്ലാത്ത കുറേ അപ്പച്ചന്മാർ അമ്മച്ചിമാരൊക്കെ ആരും ഇല്ലാത്തവരുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഒരു 5 പേർക്കെങ്കിലും ഫുഡ് ഞാൻ ഉണ്ടാക്കി എല്ലാ ചൊവ്വാഴ്ചയും മുടക്കാതെ ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അവിടെ തന്നെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവിടെ ഒത്തിരി അമ്മമാരുണ്ട്, ഒരു 90% അമ്മമാരും ആരും ഇല്ലാത്തവരാണ്. അവരൊക്കെ കണ്ണ് കാണാൻ മേല, ചെവി കേൾക്കാൻ മേല, നമ്മൾ തന്നെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള അമ്മമാർ. അവർ പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നുമില്ല, നമ്മുടെ പ്രാർത്ഥന മാത്രമേ നമ്മുടെ സേവനം പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അടുത്ത് പോയി അവരെ പോയി കുളിപ്പിക്കും, ഡയപ്പറൊക്കെ മാറ്റി അവർക്കുള്ള ഫുഡ് കൊടുക്കും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രോസിൻ്റെ ഭാഗമായിട്ട് ഞാൻ കർണാടകയിലും പിന്നെ അതുപോലെ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ പത്രങ്ങളും ഞാൻ കൊണ്ട് കൊടുത്ത് അവരോട് ഞാൻ പറയും, എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ ഞാൻ പറയും. കാരണം ഞാൻ തന്നെ ജീവിക്കുന്ന സാക്ഷിയാണല്ലോ, അത് പറഞ്ഞ് അത് കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ഇത്രയും അധികം അനുഗ്രഹങ്ങൾ നൽകിയ അമ്മമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ജീവിതാവസാനം വരെ അമ്മയോടൊപ്പം